സംസ്ഥാനത്തെ ക്യാൻസർ ചികിത്സാ മേഖലയിൽ റോബോട്ടിക് സർജറി യാഥാർത്ഥ്യമാകുന്നു. സർക്കാർ മേഖലയിലുള്ള ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റാണ് തിരുവനന്തപുരം RCCയിൽ പ്രവർത്തന സജ്ജമാകുന്നത്. റോബോട്ടിന് മനുഷ്യനേക്കാൾ ചലനവ്യാപ്തിയുള്ളതിനാൽ ചില പ്രത്യേക അവയവങ്ങളിൽ ശസ്ത്രക്രിയ കൂടുതൽ സൂക്ഷ്മതയോടെ ചെയ്യാൻ സാധിക്കും. റോബോട്ടിന്റെ ഈ കഴിവ് അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് റോബോട്ടിക് സർജറി യൂണിറ്റ്. ഇന്ത്യയിലും വിദേശത്തുമുള്ള വൻകിട ആശുപത്രികളിൽ മാത്രമാണ് റോബോട്ടിക് സർജറി യൂണിറ്റ് കാണാൻ കഴിയുക. ഇപ്പോൾ കേരളത്തിലെ സർക്കാർ മേഖലയിലും ഇത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. തിരുവനന്തപുരം RCCയിൽ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നു. ത്രിമാന ദൃശ്യം, മാഗ്നിഫിക്കേഷൻ, സൂക്ഷ്മത, കൃത്യത, 360 ഡിഗ്രി കറങ്ങാൻ കഴിയുന്ന യന്ത്രക്കൈകൾ എന്നിങ്ങനെ നിരവധി പ്രത്യേകതകളാണ് റോബോട്ടിക് സർജറി യൂണിറ്റിനുള്ളത്. ഇതുവഴി അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ കൂടുതൽ വേഗത്തിലും കൃത്യതയിലും ചെയ്യാൻ കഴിയും. ഇത് വളരെ രോഗികൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ചികിത്സാ സംവിധാനമാണ്. പ്രത്യേകിച്ചും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള പല ശസ്ത്രക്രിയകളും അനായാസേന ചെയ്യാനായിട്ട് സർജന്മാരെ റോബോട്ടിക് സിസ്റ്റം സഹായിക്കും. രോഗിയുടെ വേദന കുറയ്ക്കുക, എത്രയും വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, ശസ്ത്രക്രിയക്കിടയിലുള്ള രക്തസ്രാവം കുറയ്ക്കാൻ സാധിക്കുക എന്നിവയൊക്കെയാണ് റോബോട്ടിക് ശസ്ത്രക്രിയയുടെ പ്രധാന ഗുണങ്ങൾ. ക്യാൻസർ ചികിത്സാ രംഗത്ത് സുപ്രധാനമായ ചുവടുവയ്പ്പാണ് റോബോട്ടിക് സർജറി യൂണിറ്റ് വരുന്നതോടെ സാധ്യമാകുന്നത്. ഇതിലൂടെ കേരളത്തിലെ ആരോഗ്യ മേഖല കൈവരിക്കുന്ന നേട്ടം വലുതാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.